ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സാണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കൊച്ചിയാണ്. കൊച്ചിയിലാണ് 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. അടുത്തിടെ തമിഴ്നാടിൻ്റെ 3ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകം ഈറോഡാണ്. ഈറോഡിലുള്ള ഏലത്തൂർ തടാകമാണ് അടുത്തിടെ തമിഴ്നാടിൻ്റെ 3ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഗൂഗിളിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. തമിഴ്നാട്ടിലെ വിശാഖപട്ടണത്താണ് ഗൂഗിളിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത്. 2025 ഇന്ത്യൻ സൈന്യം അരുണാചൽ പ്രദേശിൽ നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? യുദ്ധ കൗശൽ 3.0 എന്നാണ്. യുദ്ധ കൗശൽ 3.0 എന്നാണ് 2025 ഇന്ത്യൻ സൈന്യം അരുണാചൽ പ്രദേശിൽ നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 29ാമത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയത് TCA കല്യാണിയാണ്. TCA കല്യാണിയാണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 29ാമത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയത്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി, ഇന്ത്യയാണ്. ന്യൂഡൽഹിയിലാണ് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. സോൾ രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിൽ നവാഗത സംവിധായക മികവിനുള്ള എക്സലൻസ് പുരസ്കാരം ലഭിച്ചത് K. ശിവരഞ്ജിനിയാണ്. ചിത്രം വിക്ടോറിയ. K. ശിവരഞ്ജിനിക്കാണ് സോൾ രാജ്യാന്തര വനിതാ ചലച്ചിത്രോത്സവത്തിൽ നവാഗത സംവിധായക മികവിനുള്ള എക്സലൻസ് പുരസ്കാരം ലഭിച്ചത്.